Hi dears, let's discuss the model exam question paper. Let's discuss the model exam question paper. I think it's the most easy question paper, but don't expect such easy questions in the public exam. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു മോഡൽ എക്സാമിന് വളരെ ഈസിയായ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രാമർ വളരെ കുറവായിരുന്നു. അപ്പോൾ ധാരാളം കുട്ടികൾ എന്നോട് ചോദിക്കുകയായിരുന്നു, പബ്ലിക് എക്സാം ഇതുപോലെ ആയിരിക്കുമോ, അതോ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ? അങ്ങനെ ഒരിക്കലുമല്ല. പബ്ലിക് എക്സാമിന് ധാരാളം ഗ്രാമർ പോർഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി ഇഫ് ക്ലോസ്, എഡിറ്റിംഗ്, റിപ്പോർട്ടർ സ്പീച്ച്, അപ്പോൾ ഇങ്ങനെയുള്ള പാസീവ് വോയിസ്, കൊഹസീവ് ഡിവൈസസ്, കൺകോഡ്. അപ്പോൾ ഈ ഗ്രാമർ എല്ലാ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അതൊരു നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചോയ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. എനിവേ ഗ്രാമർ കൂടെ നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രതീക്ഷിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റായിട്ട് ഞാനൊന്ന് ഓടിച്ച് അതിൻ്റെ ആൻസേഴ്സും അതിനോടൊപ്പം അടുത്ത എക്സാമിന് നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 1 to 8, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുള്ള കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് 1 to 4 ഒരു പാസേജ്, ഏതാ ആദ്യത്തത്, നമ്മുടെ ഐ വിൽ ആയിരുന്നു അല്ലെ. The passage given below and answer the questions that follow. Young friends, let me discuss with you how you can be unique. I have so far met 15 million youth in a decade's time. I learned every youth wants to be unique, that is you. But the world around you is doing its best day and night to make you just everybody else. Question number 1, who is the speaker? Answer, നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് വേണ്ടി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഹു ഈസ് ദ സ്പീക്കർ? ആൻസർ, ഡോക്ടർ APJ അബ്ദുൽ കലാം. Question number 2, what does every youth want to be? Answer, every youth wants to be unique. Number 3, what is the world around us doing? അതൊരു ഇതിൽ നിന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ആ പാസേജിൽ തന്നെയുണ്ട്. എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. അതിൻ്റെ താഴത്തെ സെൻറ്റൻസ് ആണ് ആൻസർ. ദ വേൾഡ് അറൗണ്ട് യു ഈസ് ഡൂയിങ് ഈസ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവറിബഡി എൽസ്. നമ്പർ 4, pick out a word from the passage that means a period of 10 years. Answer, decade. Then questions 5 to 8, read the following lines and answer the questions. Death the leveler, അതിലെ കുറച്ച് ലൈൻസ് ആണ്. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings, scepter and crown. Scepter and crown must tumble down, and in the dust be equal scythe and spade. Question number 5, identify the answer. Death, according to the poet, are not substantial things. The glories of our blood and state are substantial things. അപ്പോൾ ഈ ആൻസേഴ്സ് എല്ലാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ്, ദാറ്റ്സ് ഇനഫ്. Number 7, death lays his icy hand on kings. Identify the figure of speech. Okay, which is the figure of speech? Personification. Number example for metonymy. Metonymy എന്ന് പറഞ്ഞാൽ അറിയാം, സംതിങ് സ്റ്റാൻഡ്സ് ഫോർ അനദർ തിങ്. ഒന്ന് മറ്റൊന്നിന് പകരം സ്റ്റാൻഡ് ചെയ്യുന്നതാണ് മെറ്റോണമി. അപ്പോൾ ഈ ലൈൻസിലെ മെറ്റോണമി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെപ്റ്റർ ആൻഡ് ക്രൗൺ അല്ലെങ്കിൽ സൈത്ത് ആൻഡ് സ്പേഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജസ്റ്റ് വേർഡ്സ് എഴുതിയാൽ മതിയാകും നിങ്ങൾക്ക് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻസ് 9 to 12, ആൻസർ എനി 3 ഓഫ് ദ ഫോളോയിങ്. 9 to 12 4 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. നമ്പർ 9, യുവർ ബെസ്റ്റ് ഫ്രണ്ട് അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ്. അഡ്വൈസ് ഹിം ഓർ ഹർ ഓൺ ദ നീഡ് ടു യൂസ് ദ മൊബൈൽ ഫോൺസ് ജുഡീഷ്യസ്ലി. അപ്പോൾ ഇവിടെ അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ,
അങ്ങനെ അതാണ് എഴുതാൻ ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് സൈബർ സ്പേസ് ആ ലെസൺ ബേസ് ചെയ്ത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അഡ്വൈസ്, സജഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ആൻസർ തന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്വൈസ് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് അറിയാം. അല്ലെങ്കിൽ ഹാഡ് ബെറ്റർ, യു ഷുഡ്, വൈ ഡോണ്ട് യു, അങ്ങനെയുള്ള സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാമെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എഴുതാം. യു ഷുഡ് യൂസ് യുവർ ഫോൺ ഫോർ എ ലിമിറ്റഡ് ടൈം. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ഓൺലൈൻ ഗെയിംസ്. വൈ ഡോണ്ട് യു യൂസ് യുവർ മൊബൈൽ ഫോർ സ്റ്റഡി പേർപ്പസ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് വേറെയും കാര്യങ്ങൾ അതിലെഴുതാം, അല്ലേ? യു ഷുഡ് ലിമിറ്റ് ദ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്. അപ്പോൾ എന്ത് ആൻസർ വേണമെങ്കിലും നമുക്ക് അതിലൊരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാം. ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. യു ഷുഡ്, കുഡ്, വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്, കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാമറാണ് അവിടെ വരേണ്ടത്. Number 10, and the 1,000 on board did security feel, for no eye saw death as he stood at the wheel. Elaborate the idea presented in these lines. അപ്പോൾ ഈ ലൈൻസിൻ്റെ എലോബറേറ്റ് ദ ഐഡിയ ആണ് ചോദിച്ചേക്കുന്നത്. 2 മാർക്സ്. ഫോർ 2 മാർക്സ് 2 or 3 സെൻറ്റൻസസ്, ദാറ്റ്സ് ഇനഫ്, കേട്ടോ. അപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ് എഴുതിയാൽ മതിയാകും. ധാരാളം ആൻസർ സെൻറ്റൻസ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏത് പോയിറ്റ്. അപ്പോൾ ഞാൻ ഈ കുറേ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്തു. അപ്പോൾ കുറേ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ചില കുട്ടികൾ ഇതേത് പോയമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ കറക്റ്റ് പോയം എഴുതിയില്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈനിൽ തന്നെ മനസ്സിലാവും അത് നിങ്ങൾ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ആ പോയം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ലൈൻസ് നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം, അല്ലേ? എലോബറേറ്റ് ദ ഐഡിയയ്ക്ക് നിങ്ങൾ ഇങ്ങനെ എഴുതുക. ദ ഗിവൺ ബ്യൂട്ടിഫുൾ ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോയം റക്ക് ഓഫ് ദ ടൈറ്റാനിക് റിട്ടൺ ബൈ ദ ഫേമസ് പോയിറ്റ് ബെഞ്ചമിൻ പെക്ഹെയ്ത്ത്. ഇൻ ദീസ് ലൈൻസ് ദ പോയിറ്റ് സേസ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ചൊരു 1-2 സെൻറ്റൻസ് എഴുതുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. He then gnawed at the dried pieces of eggshell. Who is the he referred to here? Answer, young seagull. അപ്പോൾ 11A എന്ന് കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് തന്നെ എഴുതുക. 11A ആൻസർ, യങ് സീഗൾ. B, what did he do? 1 മാർക്ക് മതി. അപ്പോൾ ഇവിടെ എയും ബിയും ആയിട്ടാണ് 2 മാർക്സ്, കേട്ടോ. എപ്പോഴും നിങ്ങളുടെ ആൻസർ, എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാൻ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ 1 സെൻറ്റൻസ് മതി. വാട്ട് ഡിഡ് ഹി ഡു? ഹി നോഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എഗ്ഷെൽ. അത്ര എഴുതിയാൽ മതിയാവും, കേട്ടോ. Then number 12, Max Beerbohm does not prefer to go out for a walk. Do you think walking is a good physical exercise? Why? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ട why walking is a good physical exercise. You have to write the benefits of walking. വാക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് 2 സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്, കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 കാര്യം എഴുതുക. 1, walking reduces our stress. Doctors prefer walking exercise for everything, including the heart patients. It's good for our physical health and also good for our mental wellness, കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊരു 2 പോയിൻറ്റ്സ് എഴുതുക. Then questions 13 to 19, answer any 5 of the following. 7 questions തന്നതിന് ശേഷം 7 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. 7 എണ്ണം തന്നതിന് ശേഷം 5 എണ്ണം എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. 4 മാർക്കാണ്. അപ്പം ഞാൻ നിങ്ങളോട് പല കുട്ടികൾക്കും ഇംഗ്ലീഷിന് എല്ലാ ആൻസേഴ്സും എഴുതി തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞൊരു ഈസിയസ്റ്റ് വേ ആണ് പറഞ്ഞത്. 1 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എഴുതിയതിന് ശേഷം പെട്ടെന്ന് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറഞ്ഞിരുന്നു, അല്ല. 8 മാർക്സിന് ഇപ്രാവശ്യം 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അന്ന് 2 എണ്ണം ആൻസർ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓർഡറിൽ തന്നെ ഡിസ്കസ് ചെയ്യാം, കേട്ടോ. ഇപ്പോൾ നമ്പർ 13, Maggie sent a card with a black border to Mr. Gupta to inform him about her brother's death. What could she have written in the card? അപ്പോൾ ഇവിടെ കാർഡെന്ന് യൂസ് ചെയ്യുന്നത് പോസ്റ്റ് കാർഡാണ്.
അപ്പോൾ നമ്മുടെ പഴയ ഇൻലൻഡിന് പകരം ഇൻലൻഡ് അല്ലേ ആ ലെറ്ററിൻ്റെ അതിന് പകരം പോസ്റ്റ് കാർഡ് അയക്കുകയാണ്. മാഗി സെൻഡ് എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ ടു മിസ്റ്റർ ഗുപ്ത. മാഗി മിസ്റ്റർ ഗുപ്തയ്ക്കൊരു പോസ്റ്റ് കാർഡ്, ഒരു കാർഡ് അയക്കുകയാണ്. ടു ഇൻഫോം ഹിം എബൌട്ട് ഹർ ബ്രദേഴ്സ് ഡെത്ത്. അല്ലെ, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ശരിക്കും വായിക്കാതെ എഴുതുകയാണെങ്കിൽ ആൻസർ അത് കറക്റ്റ് ആവാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാർഡിലേക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം അങ്ങോട്ട് ഷെയർ ചെയ്യുക. ആരാ? മാഗി ഗുപ്തയ്ക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ഒരു ചെറിയൊരു മതി അല്ലേ. 4 മാർക്സിന് എപ്പോഴും ഒരു പേജിൻ്റെ ഒരു ഇച്ചിരി ഇത്രയും അല്ലേ പകുതി പോലും വേണ്ട, അത്രയും നിങ്ങൾ എഴുതിയാൽ മതിയാവും. നമ്പർ 14, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills. No tears dim the sweet look that nature wears. What message does the poet convey? അപ്പോൾ ഇവിടെയും എലാബറേറ്റ് ദ ഐഡിയ പോലെ തന്നെയാണ്. വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് കൺവേ? ഇവിടെ പോയറ്റ് കൺവേ ചെയ്തേക്കുന്ന മെസ്സേജ് ഏതാണ്? അപ്പോൾ ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കും അല്ലേ, ഏത് പോയമാ? സൺറൈസ് ഓൺ ദ ഹിൽസ്. പെട്ടെന്ന് ഇത് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ് എന്ന് കാണുമ്പോൾ ധാരാളം കുട്ടികൾ എഴുതിയേക്കാണ് ടു സ്ലീപ്പ് പോയം എന്നാണ്. അപ്പോൾ ടു സ്ലീപ്പ് പോയം അല്ല, ഇത് സൺറൈസ് ഓൺ ദ ഹിൽസ് ആ പോയമാണ്. അതിൽ ലാസ്റ്റ് ലൈൻ. അപ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത് ആ സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W. Longfellow. അതിലെ ലാസ്റ്റ് ലൈൻസ് ആണ്. ദ പോയിറ്റ് സേസ്, ഇഫ് യു ആർ വെറി ആൻഡ് ടയേർഡ് ഓഫ് ദ worries or sorrows, then you go to the nature. Nature will comfort you or give you relief. That is the idea conveyed in these lines. Okay. Then 15, imagine you are the head of the tour guides in Kandavu. What general instructions will you give them? 4 മാർക്സിനാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ്. അപ്പോൾ 1, 2, 3, 4 എന്ന 4 നമ്പേഴ്സ് ഇട്ട് കറക്റ്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് പല ഇൻസ്ട്രക്ഷൻസും കൊടുക്കാം. 1, don't disturb the turtle calling, keep away from the turtles. Then you can watch the chanting just standing on the high rock. Don't put any eatables to the turtles. അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് സെൻറ്റൻസ് കറക്റ്റ് ആണെങ്കിൽ 4 മാർക്സും കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കാം. നമ്പർ 16, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ ഒരു ഗ്രാമർ എഡിറ്റിംഗ് മാത്രമാണ് കാണുന്നത്. പക്ഷെ ഇങ്ങനെ അല്ല. പബ്ലിക് എക്സാമിന് എഡിറ്റിംഗ്, ഇഫ് ക്ലോസ്, റിപ്പോർട്ട് ടു സ്പീച്ച്, പാസീവ് വോയിസ്, കൊഹസീവ് ഡിവൈസസ് ഒക്കെ വരാം. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പം ഞാൻ ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാലും ഉറപ്പായും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്ത മറ്റു പല ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ലൈവ് റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പ്രൊഫൈൽ, ക്യാരക്ടർ സ്കെച്ച്, അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പബ്ലിക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുക കേട്ടോ. ഇതിൽ ആൻസർ എഡിറ്റിംഗ്. ദ യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിലെ കറക്ഷൻ ഒന്നുകിൽ ടു ഫ്ലൈ കേട്ടോ, ടു ഫ്ലൈ തന്നെയാണ് കറക്റ്റ്. 4 ഫ്ലൈയിങ് എഴുതാം, അതിനേക്കാളും ടു ഫ്ലൈ ആണ് കറക്റ്റ്. ഇറ്റ് ഈസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ് ലീസ്റ്റ്. It was his mother who helped him at least. Answer at last. After making his first flight, after making his first flight, he realized his strength. അപ്പോൾ എഡിറ്റ് ദ ഫോളോയിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിലെ കറക്ഷൻസ് അണ്ടർലൈൻ ചെയ്യണം, അല്ല എങ്കിൽ അതിൽ കറക്ഷനുള്ള വേർഡ്സ് മാത്രം കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16, ടു ഫ്ലൈ, വാസ്, അറ്റ് ലാസ്റ്റ്, മേക്കിംഗ്, ഇങ്ങനെ ഈ ജസ്റ്റ് വേർഡ്സ് എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് ഫുൾ 4 മാർക്സും കിട്ടും. നമ്പർ 17, ഇമാജിൻ ദ ന്യൂസ് ഓഫ് സ്മോൾ പോക്സ് ഔട്ട്ബ്രേക്ക് reach the crew of Ranaganji and they are in panic. Captain Hambel addresses the crew and gives them appropriate instructions. Write any 4 instructions. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരെണ്ണമേ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഇതിൽ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ക്യാപ്റ്റൻ gives instructions to the crew at the time of
സ്മോൾ പോക്സ് ഔട്ട്ബ്രേക്ക്. സിറ്റുവേഷൻ മനസ്സിലാക്കുക, എഴുതുക. എന്തൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം? ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്, ദ ഡിസീസ് ഈസ് the most contagious. Number 2, don't be panic. Let's take precautions. 3, don't go so close to the patients. Keep a distance. Then number 4, no reason to panic. Please stop the social parties. കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ മതി ഇൻസ്ട്രക്ഷൻസ്. Then 18, comment on the aptness of the title Gooseberries. Gooseberries എന്നുള്ള ടൈറ്റിൽ ആ ഒരു സ്റ്റോറീസ് എന്തുമാത്രം ആപ്റ്റാണ്, സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ പറയാം അല്ലേ. ഗൂസ്ബെറി സ്റ്റാൻഡ്സ് ഫോർ എ മിക്സ്ചർ ഓഫ് സോർ ആൻഡ് സ്വീറ്റ്. ഹിയർ in the story, the life of Nikolai Ivanich and Ivan Ivanich are a mixture of gooseberry. That means one person's life is something sour and another is sweet. പിന്നെ ഇതിൽ നിക്കോളായ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഫേർട്ട് പിന്നെ ഗൂസ്ബെറി പോലെ ആയിരുന്നു അല്ലേ. ഹിസ് ലൈഫ് വാസ് ലൈക്ക് ഗൂസ്ബെറി. അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് സോറിങ് ആൻഡ് ദെൻ ഹി ഗോട്ട് ദ സ്വീറ്റ്നെസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. അപ്പോൾ ആ ഒരു ടൈറ്റിലിൻ്റെ ആപ്റ്റ്നെസ്, അത് ഏത് ലെസൺ ബേസ് ചെയ്ത് വേണമെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലെസൺ ചോദിച്ചതിന് ശേഷം നിങ്ങളോട് ചോദിക്കാം ഹൗ ദിസ് ടൈറ്റിൽ ഈസ് ആപ്റ്റ് ടു ദ ലെസൺ. ഫോർ എക്സാമ്പിൾ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഹൗ ദിസ് ടൈറ്റിൽ ഈസ് ആപ്റ്റ് ടു ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. കേട്ടോ, അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയയിൽ എഴുതിയാൽ മതിയാവും. 19, during the COVID-19 period, we relied on technology to a great extent. Do you think technology supported you in your studies? How? Write 4 points. ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് മിക്കവാറും വന്നേക്കുന്നത് 4 പോയിൻറ്റ്സ് എഴുതാനാണ്. സാധാരണ ലാംഗ്വേജ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ പോയിൻറ്റ്സ് എഴുതുന്നതിനേക്കാളും നിങ്ങളോട് പാരഗ്രാഫ് എഴുതാനൊക്കെ ആയിരിക്കും അല്ലേ. പ്രിപ്പയർ എ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എഴുതുക അല്ലെങ്കിൽ ആ ഒരു പാസേജ് എഴുതുക, അങ്ങനെയാണ് റൈറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഹൗ ടെക്നോളജി ഹെൽപ്ഡ് യു ഡ്യൂറിങ് ദ COVID-19 പീരീഡ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്നത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്തത് അല്ലേ. Technology was everything during that period. Then a change of platform from offline classes to online classes. Then you could collect anything from the internet. Everything was in your fingertips. Then Zoom meeting and Google Meet, that was a delightful experience for you. അങ്ങനെ ആ ടെക്നോളജി നിങ്ങളെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു എന്നുള്ള ഒരു 3-4 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 20 to 25, ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ്. 6 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ. 6 മാർക്സിൻ്റെ 6 ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം അതിൽ നിന്നും 5 എണ്ണം എഴുതാനാണ്. അപ്പോൾ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ക്വസ്റ്റ്യൻസ് ആണോ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാവും കേട്ടോ. കാരണം കൂടുതൽ നമ്മൾ എഴുതുമ്പോഴേക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് 5 എഴുതാൻ പറഞ്ഞാൽ 5 എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് 4 മാർക്സിന് ആൻസർ എനി 5, അതും 4 മാർക്സിന് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് 5 ക്വസ്റ്റ്യനേക്കാളും ഒരു 1-2 ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കൂടെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ 1 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, 2 മാർക്സിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ 4 മാർക്സിന് 4 ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 ഇൻസ്ട്രക്ഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും അതിൽ 4 എണ്ണം കറക്റ്റായിരിക്കും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചേക്കുക. 4 എണ്ണം എഴുതാൻ പറയുമ്പോൾ ഒരു 5 എണ്ണം എഴുതാം. പക്ഷേ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും എത്രയാണോ എഴുതാൻ പറയുന്നത് അത്രയും മാത്രമേ എഴുതാവൂ. കാരണം നിങ്ങൾക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. ഇപ്പോൾ ഈ മോഡൽ എക്സാമിന് തന്നെ പല കുട്ടികൾക്കും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും ചിലപ്പോൾ ടൈം കിട്ടിയെന്നിരിക്കില്ല. ഓക്കെ, 20
It was the mother seagull who helped the young seagull to make his first flight. Were you supported by any of your family members when you faced a crisis? Narrate your experience. സീഗളിനെ അതിൻ്റെ മദർ ഹെൽപ്പ് ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസിനെ നറേറ്റ് ചെയ്യാനാണ്. അതൊരു 6 മാർക്സ് ആകുമ്പോൾ ഒരു പേജും പിന്നെ കുറച്ചും കൂടിയൊക്കെ എഴുതാം, അല്ലെങ്കിൽ ഒരു പേജ് എഴുതിയാൽ മതിയാവും. കൂടുതൽ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടില്ല. 21. Imagine that the boy who shared his concerns with Dr. Abdul Kalam becomes a marine engineer. Later in his life, he sends an email to his friend detailing his meeting with Kalam. Draft the likely email. അപ്പോൾ അന്നത്തെ അബ്ദുൽ കലാം മീറ്റ് ചെയ്ത ആ കുട്ടി പിന്നെ തൻ്റെ ഫ്രണ്ടിനൊരു ഇമെയിൽ എഴുതുകയാണ്. ഓക്കെ, അബ്ദുൽ കലാമിൻ്റെ മെസ്സേജ് കൺവേ ചെയ്ത്. അപ്പോൾ അതിൽ ആ പറഞ്ഞ കോട്ട്സ്, ഐ വിൽ ഫ്ലൈ, അതിൽ അബ്ദുൽ കലാം ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ, ആ കോട്ട്സ് ലൈൻസ് ഒക്കെ കോട്ട് ചെയ്ത് എഴുതുക. Number 22. When Mr. Gupta returns to India, he tells his sister about Maggie and her family. Write the likely conversation between Mr. Gupta and his sister. 3 exchanges. കണ്ടോ, conversation between Mr. Gupta and his sister. അപ്പോൾ കോൺവെർസേഷൻ ആരൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കോൺവെർസേഷൻ ചെയ്താൽ 6 മാർക്സ് ആണ്. 3 എക്സ്ചേഞ്ച് വേണം. 3 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കുന്നതും ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നതുമാണ് ഒരു എക്സ്ചേഞ്ച്. അപ്പോൾ ഒരു കോൺവെർസേഷൻ ആകുമ്പോൾ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസസ് വേണം, അതുപോലെ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ ഒന്നുകിൽ കോൺവെർസേഷൻ വരാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വരാം. ഇപ്പോൾ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഫോർമാറ്റിൽ എഴുതുക. ചിലപ്പോൾ ചോദിക്കും ഇന്ന ആളോട് ചോദിക്കാവുന്ന, ഇപ്പോൾ മിസ്റ്റർ ഗുപ്തയോട് ചോദിക്കാവുന്ന ഒരു 6 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 എന്ന് നമ്പറിട്ട് 6 ക്വസ്റ്റ്യൻസ് എഴുതുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസും പോസിബിൾ റെസ്പോൺസസ് ഒന്നും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ, പിന്നെ ആൻസർ 2 ക്വസ്റ്റ്യൻ, ആൻസർ വായിക്കുക, ആൻസർ ചെയ്യുക. ദെൻ 23. You are the reporter of an English daily from Paris. Prepare a report to be published in the newspaper about Layhola's take. റിപ്പോർട്ടാണ് ലേഹോളാസ് ടേക്ക് ഓഫ്. നമ്മൾ ഈ ട്രിപ്പ് ഓഫ് ദ ലേഹോള ആ ലെസൺ ബേസ് ചെയ്ത് ലൈവ് റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ലൈവ് റിപ്പോർട്ടിന് പകരം ഇവിടെ ക്വസ്റ്റ്യൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ പിന്നെ കാര്യങ്ങൾ എഴുതുക. പാസ്റ്റ് ടെൻസ് ആയിരിക്കണം കേട്ടോ. കഴിഞ്ഞ കാര്യമാണ് പിറ്റേന്ന് പേപ്പറിൽ വരുന്നത്, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആകുക. അപ്പോൾ ഇതിൽ പഠിച്ച കാര്യം തന്നെ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ വരാം, അതനുസരിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പഠിച്ചത് ഏതൊക്കെ ലൈവ് റിപ്പോർട്ട് ഓർമ്മിക്കുക. ലേഹോളാസ് ടേക്ക് ഓഫ്, ലാൻഡിങ് ഓഫ് ലേഹോള, ദെൻ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു, പിന്നെ അതിൽ തന്നെ നറേഷൻ ചോദിക്കാം, റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി, പിന്നെ ഏതാ നമുക്കതിൽ ഒരു സപ്പോസ് യു ആർ എ ടൂറിസ്റ്റ് ഗൈഡ്, യു ആർ വെൽക്കമിങ് ദ ടൂറിസ്റ്റ്, how will you introduce the places? Welcoming the tourists and introducing the places. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇനിയുള്ള ദിവസം സ്റ്റഡി ലീവായിരുന്നു പഠിക്കുവാണ്. അപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു സബ്ജക്റ്റ് 1-2 ദിവസം നിങ്ങൾ ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസം ഒന്നും പഠിച്ചാൽ മതി, സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ. Then 24, you are one of the guest speakers of a panel discussion organized by the health club of your school. The topic of discussion is a sound mind in a sound body. Draft your presentation giving emphasis to proper rest and sleep. Okay? ഇവിടെ ഒരു പാനൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പേപ്പർ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു സെമിനാർ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നു, അതിനൊരു സെമിനാർ പേപ്പർ തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവിടെ എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അത് ബേസ് ചെയ്ത് ഒരു പേപ്പർ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുക, പിന്നെ ഇതിനെക്കുറിച്ച് പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ഗിവിങ് എംഫസൈസ് ടു പ്രോപ്പർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ടു സ്ലീപ്പ് എന്ന പോയിന്റ് ബേസ് ചെയ്താണ് സ്ലീപ്പിൻ്റെ ബെനിഫിറ്റ്സ് അല്ലേ, പ്രോപ്പർ റെസ്റ്റിനെ കുറിച്ചും സ്ലീപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് അതിലെഴുതേണ്ടത്. നമ്പർ 25, one of the survivors of smallpox writes a letter of gratitude to Hassan
ആഫ്റ്റർ റിക്കവറിങ് ഫ്രം ദ ഇൽനെസ് കംപ്ലീറ്റ്ലി ഡ്രാഫ്റ്റ് ദ ലെറ്റർ. അപ്പോൾ ഇതിൽ വൺ ഓഫ് ദ സർവൈവേഴ്സ് ഓഫ് സ്മോൾ പോക്സിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഹസന് ഒരു ലെറ്റർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ആ ലെറ്ററാണ്, അത് ഫ്രണ്ട്ലി ലെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഒഫീഷ്യൽ അല്ല, ഫ്രണ്ട്ലി ലെറ്റർ മതിയാവും. അപ്പോൾ ലെറ്റർ പഠിക്കുമ്പോൾ ഒന്നുകിലൊരു ഇമെയിൽ വരാം, ഫ്രണ്ട്ലി ലെറ്റർ വരാം, ഒഫീഷ്യൽ ലെറ്റർ വരാം, ലെറ്റർ ടു ദ എഡിറ്റർ വരാം കേട്ടോ. അപ്പോൾ ഒരു കോമൺ ഏത് ലെറ്റർ ടു ദ എഡിറ്റർ വന്നാലും നമുക്ക് എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ് ഒരു ജസ്റ്റ് അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്യുക കേട്ടോ. ഇനി പഠിക്കേണ്ടവർ അത് പഠിച്ച് ഒന്ന് വച്ചേക്കുക. ചിലപ്പോൾ പബ്ലിക് എക്സാമിന് ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കാം. ഓക്കെ, ഇതാണ് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ദെൻ ക്വസ്റ്റ്യൻസ് 26 to 28 ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ്. 3 ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം 2 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. ആ 2 ക്വസ്റ്റ്യൻ മാത്രമേ എഴുതാവൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരും എഴുതരുത്. ആ 2 ക്വസ്റ്റ്യനും നല്ലവണ്ണം എഴുതുക. അതായത് 8 മാർക്സ് ആകുമ്പോൾ ഒരു 2 പേജ് അല്ലെങ്കിൽ ഒരു 2.5 പേജ് വരെ നിങ്ങൾക്ക് എഴുതാം. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയേ. നമ്പർ 26, ഗാന്ധി ഡ്രീംഡ് ഓഫ് an India which was free from intoxicating drinks and drugs. However, our youth is increasingly addicted to these. What are the remedial measures required to create an awareness about this and build an India as dreamt by Gandhi? Write an essay. നിങ്ങളുടെ ആൻസർ പേപ്പർ കാണുമ്പോൾ അതൊരു എസ്സേ ആണെന്ന് അറിയണമെങ്കിൽ എസ്സേക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഇത് തന്നെ എസ്സേക്ക് ടൈറ്റിൽ കൊടുക്കുക. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക കേട്ടോ. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു എസ്സേ ആകും. ഇപ്പം നമ്മൾ ആൻഡ് ദെൻ ഗാന്ധി കെയിം ആ ലെസൺ ബേസ് ചെയ്ത് പഠിച്ചത് തന്നെയാണ് നമുക്ക് ഇവിടെ എസ്സേ ആയിട്ട് എഴുതാനുള്ളത്. നമ്പർ 27, for those who take traveling as a passion, to travel is to live. Do you think so? Narrate any of your travel experience. That means travel essay. ഒരു ട്രാവൽ എസ്സേ ആണ്. സാധാരണ 6 മാർക്സിനാണ് ട്രാവൽ എസ്സേ ചോദിക്കുന്നത്. ഇവിടെ 8 മാർക്സിന് ട്രാവൽ എസ്സേ ചോദിച്ചേക്കാണ്. അപ്പോൾ ട്രാവൽ എസ്സേ എഴുതുമ്പോഴും നല്ലൊരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം. ട്രാവൽ എസ്സേ ചോദിച്ചാൽ സാധാരണ ഇതുപോലെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ലെവലിൽ എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഐലൻഡ് ഓഫ് കണ്ടാവോ വിസിറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ട്രാവൽ എസ്സേ അല്ലേ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എഴുതുകയാണ്. ചിലപ്പോൾ ട്രിപ്പ് ഓഫ് ലേഹോളയിൽ നിങ്ങൾ പങ്കെടുത്തിരുന്നു, അതിൻ്റെ ഒരു നറേഷൻ എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ്, നല്ലൊരു ട്രാവൽ എസ്സേക്കുള്ള ഒരു ഹെഡിങ് മനസ്സിൽ കണ്ടിട്ട് പോവുക. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 28, അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ ഗിവൺ പോയം ഓൺ ദ ഹരിക്കെയിൻ കട്രീന, ലാൻഡ് ഓഫ് മിസറി, അനോണിമസ്. മീൻസ് അവിടെ ഒരു റൈറ്ററുടെ പോയറ്റിൻ്റെ പേരില്ല, ലാൻഡ് ഓഫ് മിസറി എന്നുള്ളൊരു ടൈറ്റിലുണ്ട്, പോയമുണ്ട്, അപ്രീസിയേഷനാണ്. അപ്പോൾ അപ്രീസിയേഷന് എഴുതുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. കാരണം നിങ്ങളുടെ ലെവലിൽ അപ്രീസിയേഷൻ എഴുതുന്നതാണ്, ആസ്വാദനം എഴുതുന്നതാണ് അല്ലേ. അപ്പോൾ അതിനും നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ വേണമെന്നില്ല, എഴുതിയാൽ മതി അല്ലേ. ദ ഗിവൺ പോയം, ദ ബ്യൂട്ടിഫുൾ പോയം ഈസ് റിട്ടൺ ബൈ, അല്ലെങ്കിൽ പോയറ്റിൻ്റെ പേര് എഴുതുക തന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിലില്ല, ടൈറ്റിലിൻ്റെ പേര് എഴുതുക. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എഴുതുക. അപ്പോൾ ഈ എസ്സേ അപ്രീസിയേഷൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്രീസിയേഷനൊക്കെ എഴുതുമ്പോൾ അതിൽ മെയിൻ പോയിൻറ്റ്സ് ജസ്റ്റ് അണ്ടർലൈൻ, നമ്മളൊന്ന് ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ എഴുതിയെന്ന് പെട്ടെന്ന് കാണണം അല്ലേ. അപ്പോൾ അതിൽ മെസ്സേജ്, തീം, പിന്നെ പോയിറ്റിൻ്റെ പേര്, പോയമിൻ്റെ പേര് അണ്ടർലൈൻ ചെയ്യുക. ജസ്റ്റ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അലിറ്ററേഷൻ, അസോണൻസ്, ഫിഗർ ഓഫ് സ്പീച്ച്, ദെൻ റൈം വേർഡ്സ്, റൈം സ്കീം. അപ്പോൾ അങ്ങനെ ആ ഒരു കുറേ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതുമ്പോൾ ജസ്റ്റ് ആ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തേക്കുക. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു ലാംഗ്വേജും കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടില്ലാത്ത ഒത്തിരി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രൊഫൈൽ, ദെൻ ക്യാരക്ടർ സ്കെച്ച്, റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം, സെമിനാർ പേപ്പർ, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ഗ്രാമർ വരാനുണ്ട്. അതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുക. എല്ലാം പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കിനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നോട്ട്സ് ഇനി ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ലെസൺ ഒന്ന് ടൈപ്പ് ചെയ്യുക, ആ ലെസൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഗ്രാമർ പഠിച്ചെടുക്കുക കേട്ടോ. റിപ്പോർട്ട് സ്പീച്ച് എന്തായാലും കാണും. റിപ്പോർട്ട് സ്പീച്ച്, എഡിറ്റിംഗ്, എല്ലാം എഡിറ്റിംഗ് ഒക്കെ കാണും. ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഞാനിപ്പോൾ നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.